CITU Zindabad. CITU Zindabad. CITU Zindabad. CITU Zindabad. Post Office March Zindabad. Post Office March Zindabad. Post Office March Zindabad. Post Office March Zindabad. Inqilab Zindabad. Inqilab Zindabad. Petrol diesel പാചകവാതകം. Petrol diesel പാചകവാതകം. Petrol diesel പാചകവാതകം. Petrol diesel പാചകവാതകം. തൊട്ടതിലെല്ലാം തീവിലയായി. തൊട്ടതിലെല്ലാം തീവിലയായി. ഇതെന്ത് ന്യായം ഇതെന്ത് നീതി. ഇതെന്ത് ന്യായം ഇതെന്ത് നീതി. മറുപടി പറയൂ സർക്കാരേ. മറുപടി പറയൂ സർക്കാരേ. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തിരുത്തുക. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയം തിരുത്തുക. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തിരുത്തുക. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയം തിരുത്തുക. ഇൻഖിലാബ് സിന്ദാബാദ്. ഇൻഖിലാബ് സിന്ദാബാദ്. ഇൻഖിലാബ് സിന്ദാബാദ്. ഇൻഖിലാബ് സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാർത്തകൾ അവസാനിപ്പിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുകയാണ് ടാക്സി തൊഴിലാളികളുടെ അവസ്ഥ അതാണ്. അങ്ങനെ നാട്ടിലാകെ വലിയ രൂപത്തിലുള്ള ജീവിത പ്രയാസം നൽകുന്ന ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് നിലവിലില്ല. അപ്പോൾ ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഭാഗം ജനങ്ങൾ ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഈ പ്രശ്നവും കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയത്തിൻ്റെ ഭാഗമായി ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും എല്ലാം വിലവർദ്ധനവ് ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ താങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് വല്ലാതെ കയറിക്കൊണ്ടിരിക്കുക. ഇനിയും അവർ ഇതിൻ്റെ വിലവർദ്ധനവ് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ തൊഴിൽ മേഖലയും എല്ലാ മേഖലയും തകർത്തുകൊണ്ടു പോകുന്ന ഈ നയങ്ങൾക്കെതിരെ കേരളമെമ്പാടും CITUവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം, ആ സമരത്തിൻ്റെ ഭാഗമായി കൂത്താട്ടുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ നടത്തുന്ന സമരത്തിൽ അധ്യക്ഷനായിട്ടുള്ള സഖാവ് ബേബി ജോർജ്, ഉദ്ഘാടകനായിട്ടുള്ള സണ്ണി കുര്യാക്കോസിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യത്ത് പെട്രോളിൻ്റെ വില, അതുപോലെ പെട്രോൾ ഡീസൽ പാചകവാതകങ്ങളുടെ വില യാതൊരു നിയന്ത്രണവുമില്ലാതെ ഓരോ ദിവസം ചെല്ലുന്തോറും ക്രമാതീതമായി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം സമസ്ത മേഖലയും സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായി പറയുന്നത് ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, അതിൽ അമേരിക്ക നടത്തുന്ന ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുക. നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിനുള്ള കരുതൽ ഇന്ധനമായി സൂക്ഷിച്ചിരിക്കെ, ആ ഇന്ധനം ഇവിടെ ആവശ്യത്തിന് ഇന്ധനം ഉണ്ടെന്നിരിക്കെ ഈ യുദ്ധത്തിൻ്റെ മറവിൽ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഈ പെട്രോൾ ഡീസൽ പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ എല്ലാവരും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. ആ പുറത്തു പോകുന്നവർ ചെറുതായിട്ടാണെങ്കിൽ പോലും ഒരു ഭക്ഷണം കഴിക്കുന്നെങ്കിൽ, ഒരു ചായ കുടിക്കണമെങ്കിൽ ചായയുടെ വില ഇന്ന് 15 രൂപയായി മാറി. അതുപോലെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളുടെ വില 15 രൂപയ്ക്ക് മുകളിലേക്കായി മാറി. സർവ്വ സാധനങ്ങളുടെയും വില വലിയ രൂപത്തിൽ വർധനവുണ്ടായി. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന വാഹനങ്ങളുടെ ചാർജിൽ വലിയ വർധനവുണ്ടായി. അതുമൂലം വിലക്കയറ്റം എന്ന് പറയുന്നത് പിടിച്ചു നിർത്താൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പുതിയതായി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞു, പെട്രോൾ ഡീസൽ വർധനവ് വഴി ഉണ്ടാകുന്ന അധിക നികുതി കേരള ഗവൺമെൻറ് വേണ്ടെന്ന് വെക്കും എന്നായിരുന്നു അദ്ദേഹം ഈ അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം പലവട്ടം പെട്രോൾ ഡീസലിൻ്റെ വിലവർധനവ് ഉണ്ടായിട്ടും അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല, അത് പാലിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസങ്ങളുടെ 10ഓ 20ഓ ദിവസമായി അധികാരത്തിലേക്ക് വന്ന ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാൻ, ഇപ്പോൾ ചോറ് വെന്തോന്നറിയാനായിട്ട് മുഴുവൻ ചോറും നമ്മളെടുത്ത് നോക്കേണ്ട കാര്യമില്ല. 2 പറ്റെടുത്ത് നോക്കുമ്പം അതിൻ്റെ ബന്ധമില്ലെന്ന് നമുക്കറിയാം. സതീശൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ UDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ 20 ദിവസത്തെ അവരുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനാവും.